പുരയിലുള്ള പണികളൊക്കെ രാവിലെ ഒറ്റയ്ക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് വേണം സ്കൂളിൽ പോവാൻ. അപ്പൊ അതിൻ്റെ ഇടയിൽ കുട്ടികളോടും കൂടെ അറിയാതെ ആ ഒരു നെഗറ്റീവ് എനർജി മക്കളിലേക്കും കൂടെ എത്തുകയാണ്. അതിനെന്തെങ്കിലും ചെയ്യാനുണ്ടോ എന്ന്. അത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മളുടെ വിചാരങ്ങൾ അത് പോസിറ്റീവ് അല്ല, അത് നെഗറ്റീവാണ്, അത് ദോഷം സംഭവിക്കുന്നതാണ്, ദോഷം വരുത്തുന്നതാണ് എന്ന് നമുക്ക് ബോധ്യമുണ്ടെങ്കിൽ അതൊരിക്കലും നമ്മളുമായി എത്ര പ്രിയപ്പെട്ട ആളാണെങ്കിലും നമ്മൾ എന്ത് ചെയ്താലും നമ്മളിൽ നിന്നും വിട്ടുപിരിഞ്ഞു പോവില്ല എന്ന് നമുക്ക് ഉറപ്പുള്ള ആളുകളാണെങ്കിലും അത് പ്രകടിപ്പിക്കാൻ പാടില്ല. അത് പ്രകടിപ്പിക്കാൻ പാടില്ല. പ്രവാചകൻ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രത്തില് ഒരിക്കൽ പോലും പ്രവാചകരെ ദേഷ്യം പിടിച്ചവനായിട്ട് കണ്ടത് നിങ്ങൾ ആരെങ്കിലും വായിച്ചിട്ടുണ്ടോ? ഒരിക്കൽ പോലും ദേഷ്യം പിടിക്കുന്നതായിട്ട് കണ്ടിട്ടില്ല. ദേഷ്യം വന്നിട്ടുണ്ട് അല്ലേ? മുഖം ചുവന്ന് തുടിക്കുമായിരുന്നു എന്ന് അനസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മുഖം ചുവന്ന് തുടിക്കുമായിരുന്നു പോലും ദേഷ്യം വരുന്ന സന്ദർഭങ്ങളിൽ. പക്ഷെ ഒരിക്കൽ പോലും ആ ദേഷ്യം പ്രകടിപ്പിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ അത് മക്കളോട് മാത്രം നിന്നുണ്ടോ, അല്ലെങ്കിൽ ഭർത്താവിനോട് നിന്നുണ്ടോ, കുടുംബങ്ങളോട് നിന്നുണ്ടോ, നാട്ടുകാരോട് നിന്നുണ്ടോ? വ്യക്തികളില്ല, ആരോടും ഇല്ല എന്നതാണ് അതിനർത്ഥം. ആരോടും അത് പ്രകടിപ്പിക്കരുത് എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. കാരണം ഒരു പക്ഷേ നമ്മളത് പ്രകടിപ്പിച്ച് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? എന്തെണ്ണയല്ലേ കിട്ടുക? സമാധാനം അല്ലേ? അതിൻ്റെ അപ്പുറം ഒന്നുമില്ല. ആ ദേഷ്യം ഇങ്ങോട്ട് പിടിച്ചു കഴിഞ്ഞാല്, അതങ്ങ് പ്രകടിപ്പിച്ചു കഴിഞ്ഞാല് വല്ലാത്തൊരു സമാധാനം നമുക്ക് കിട്ടൂലേ? പക്ഷെ അത് അനുഭവിക്കുന്ന ആളോ? ഒരു കഥയുണ്ട്. ഓഫീസിൽ അയാളെ വർക്ക് സബ്മിറ്റ് ചെയ്യുന്ന ദിവസമാണ്. നിങ്ങളൊക്കെ കേട്ട് വായിച്ചു കാണും ഒരു പക്ഷേ. ആള് തലേ ദിവസം മുഴുവൻ എടുത്ത് ഓഫീസിൽ ചെയ്യാനുള്ള വർക്കൊക്കെ ഫിനിഷ് ചെയ്ത് പിറ്റേ ദിവസം ഓഫീസിൽ പോയി ബോസിന്റെ മുമ്പിൽ ഈ വർക്ക് സബ്മിറ്റ് ചെയ്യാണ്. രാത്രി മുഴുവൻ ഉറക്കൊഴിച്ച അയാള് കമ്പ്യൂട്ടറിന്റെ മുമ്പിലായിരിക്കണേ. അങ്ങനെ പിറ്റേ ദിവസം ബോസിന്റെ മുമ്പിൽ ഈ പ്രൊജക്ട് സബ്മിറ്റ് ചെയ്തു. ബോസിന് അത് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല, മാത്രമല്ല അത് റിജക്റ്റ് ചെയ്തു. ഇയാളെ ഭയങ്കരമായിട്ട് കുറ്റപ്പെടുത്താണ്. തന്റെ കോവർക്കേഴ്സിന്റെ ഇടയിലൊക്കെ ഇട്ടിട്ട്, ഓഫീസിലെ എല്ലാ ആളുകളുടെ ഇടയിലിട്ടിട്ട് ഇയാളെ വഴക്ക് പറയാണ്. ആര്? ഓഫീസിലെ ബോസ്. ഇയാള് ഭയങ്കര നിരാശനായി, സങ്കടപ്പെട്ട്, ദേഷ്യം വന്ന് ഈ ദേഷ്യം പിടിച്ചിട്ടാണ് ഇയാള് ഓഫീസിലിരിക്കുന്നത്. അന്ന് ഇയാളുടെ വെഡിങ് ആനിവേഴ്സറിയാ. അപ്പോൾ തലേ ദിവസം തന്നെ മക്കളും ഭാര്യയൊക്കെ പറഞ്ഞിട്ടുണ്ട്, നാളെ അമ്മേന്റെ അച്ഛൻ്റെയും വെഡിങ് ആനിവേഴ്സറിയാണ്, നമ്മൾ പുറത്തൊക്കെ പോകണം, പുറത്തു പോയിട്ട് ഫുഡൊക്കെ കഴിക്കല്ലേ എന്ന് പറഞ്ഞ് ഇയാൾ ഏറ്റവും ഭാര്യനോട് പറയാണ്, വൈകിട്ട് ഞാൻ എത്തുമ്പോഴത്തിന് ഡ്രസ്സൊക്കെ മാറ്റിയിട്ടിരുന്നോ, നമുക്ക് എല്ലാവർക്കും പുറത്തു പോയിട്ട് ഫുഡൊക്കെ കഴിക്കാന്ന്. വൈകുന്നേരം ഇയാൾ വരുന്നത് ഏതവസ്ഥയിലാ? ബോസിന്റെ അടുത്തുനിന്ന് ചീത്ത കിട്ടിയ ആ ഫ്രസ്ട്രേഷനിലാണ്, ആ ദേഷ്യത്തിലും ആ വഴക്കിലും ഒക്കെയാണ് കയറി വരുന്നത്. കയറി വരുമ്പോൾ തന്നെ ഭാര്യ പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് സാരിയൊക്കെ കൊടുത്ത് മൊഞ്ചത്തിയായി ഇങ്ങനെ ഇരിക്കുകയാണ്. ഡോറ് തുറന്ന് ഉടനെ ഇയാള് കയറി വന്നു. അപ്പൊ തന്നെ ചോദിക്കുക, നമുക്ക് പോവല്ലേ എന്ന്. ഇയാള് അടിപൊളിയായിട്ട് അങ്ങ് വഴക്ക് പറഞ്ഞിട്ട് പറയാണ്, ഏത് നേരവും തെണ്ടുക എന്നുള്ളൊരു വിചാരമേ ഉള്ളൂ, ഭക്ഷണം ഉണ്ടാക്കൂല, പുറത്തു പോയി ഫുഡ് കഴിക്കുക എന്നുള്ളൊരു ചിന്തയുള്ളൂ, പോണില്ല, എന്നാൽ എവിടെയും പോണില്ല എന്ന്. അതോടെ ആൾക്ക് എന്തായി? സമാധാനായി. ആർക്ക്? ഭർത്താവിന്. ബോസിന്റെ അടുത്ത് നിന്ന് കിട്ടിയ ചീത്ത ആരോട് തീർത്തു? ഭാര്യനോട് തീർത്തു. അയാൾ സന്തോഷത്തോടെ കുളിക്കാൻ പോയി. കുളിയൊക്കെ കഴിഞ്ഞിട്ട് പുറത്തു പോകാന്നുള്ള വിചാരത്തിലാണ് ആള് കുളിക്കാൻ പോണേ. അപ്പോഴത്തേന് ഭാര്യ ഞെട്ടിത്തരിച്ചിങ്ങനെ ഇരിക്കുക. എന്തിനാണ് ഇപ്പൊ എന്നെ വഴക്ക് പറഞ്ഞത്? എന്തിനാണ് ഞാൻ ചീത്ത കൊണ്ടത്? എന്തിനാണ്? ഇന്നലെ പോലും ഡ്രസ്സൊക്കെ മാറ്റി റെഡി ആയിട്ട് ഇരിക്കാൻ പറഞ്ഞതാ, എന്തിനെന്നെ വഴക്ക് പറഞ്ഞു? ഇത് ആലോചിച്ച് പെണ്ണുങ്ങളല്ലേ ആദ്യം എന്താ വരിക? ദേഷ്യ സങ്കടം അല്ലേ? ദേഷ്യം വരും. ദേഷ്യം പ്രകടിപ്പിക്കണത് ദേഷ്യമാവും. ഉള്ളിൽ എന്താ ഉള്ളത്? സങ്കടല്ലേ? എക്സാക്ട്ലി. ശരിക്ക് ആ ദേഷ്യത്തിന്റെ ഉള്ളിൽ എന്താണെന്നറിയോ? സങ്കട. പെണ്ണുങ്ങൾ അങ്ങനെയാണ്, സൃഷ്ടിപ്പ് അങ്ങനെയാണ്. ആണുങ്ങൾക്ക് ദേഷ്യമായിരിക്കും ആദ്യം വരിക, പക്ഷെ പെണ്ണുങ്ങൾക്ക് സങ്കടമാണ് വരിക. അപ്പൊ സങ്കടത്തിന്റെ ഔട്ട്പുട്ട് എങ്ങനെയായിരിക്കും? ദേഷ്യമായിട്ടാണ്. അപ്പൊ സങ്കടപ്പെട്ടിരിക്കുമ്പോഴാണ് മോള് വന്നിട്ട് അമ്മയെ ന്യൂഡിൽസ് ഉണ്ടാക്കി തരുമോ എന്ന് ചോദിക്കുന്നത്. ഇത് ചോദിച്ചത് മാത്രമേ ഒക്കെ ഓർമ്മയുള്ളൂ. ഒരൊറ്റടി, നേരും കാലും ഇല്ലേ നൂഡിൽസ് തിന്നാൻ, വേണമെങ്കിൽ ഒറ്റക്ക് പോയി ഉണ്ടാക്കിക്കോന്ന്. ഓളോ അന്തം വിട്ട് നിൽക്കുക, എന്തിനാ അമ്മ അടിച്ചേ? ഈ ഒരു ചോദ്യത്തിന് അല്ലെങ്കിൽ ഈ ഒരു കാര്യം പറഞ്ഞതിന് ഇങ്ങനെ ഈ രൂപത്തിൽ എന്നെ അടിക്കണോ? അടിച്ചതോടുകൂടി ആര് റിലാക്സ് ആയി? അമ്മ റിലാക്സ് ആയി. അമ്മേന്റെ ദേഷ്യം മോളെടുത്ത് തീർത്തു. അവള് കുഴുന്തൊടിച്ച്
കുയിന്ത് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയില്ലേ? ഞങ്ങൾ നിലമ്പൂരുണ്ട്. കുയിന്ത് ഇവിടെ ഉണ്ടാ? ഇവിടെ കുയിന്തില്ല. കുശുമ്പ് കുറുമ്പൊക്കെ ഇല്ലേ? കുറുമ്പ് പിടിച്ച് അങ്ങനെ മോളേക്ക് ഓടുക, റൂമിലേക്ക് ഓടി. അവിടെ ചെന്ന് സങ്കടപ്പെട്ട് കമഴ്ന്ന് കടന്ന് കരയുമ്പോഴാണ് ആരോ ഉണ്ട് ഓളെ ഗിറ്റാർ വായിക്കണു. ഓള് ട്യൂൺ ചെയ്ത് വെച്ച ഓളെ ഗിറ്റാർ. ഓൾ ഓടി ചെന്ന് നോക്കുമ്പോൾ അനിയൻ ഓളെ ഗിറ്റാർ എടുത്ത് ഇങ്ങനെ വായിക്കുക. എന്ത് ചെയ്തു? അനിയൻ ഇട്ടൊരൊറ്റ അടി എടുത്തു. ആരോട് ചോദിച്ചിട്ടാണ് എൻ്റെ ഗിറ്റാർ എടുത്തത്? ഗിറ്റാറും കൊണ്ട് ഓള് പോയി. അനിയനും സങ്കടപ്പെട്ട് അടി കിട്ടിയതിൻ്റെ വിഷമത്തിലിരിക്കുക. ഓളെ സങ്കടപ്പത്തിന് മാറിയിട്ടാ. അവരൊക്കെ ഡ്രസ്സ് മാറ്റാൻ തുടങ്ങിയേ. സങ്കടം മാറിയോലും പോയി ഡ്രസ്സ് മാറ്റുക. എന്തിന്? തിന്നാൻ പോണ്ടേ? ആനിവേഴ്സറി അല്ലേ? അപ്പൊ ഓരൊക്കെ സങ്കടം മാറി ഡ്രസ്സ് മാറ്റാൻ പോവാ. അവസാനം അടി കിട്ടിയതാർക്കാ? ഈ അനിയന്. അവന് കരഞ്ഞിരിക്കുമ്പോഴാണ് ഇവരുടെയൊക്കെ ഒരു പൂച്ചക്കുട്ടിയുണ്ട് വീട്ടിൽ. അവര് പൊന്നോമനിച്ച് വളർത്തുന്ന ഒരു പെറ്റ് കുഞ്ഞി പൂച്ചക്കുട്ടി. ഈ പൂച്ചക്കുട്ടി വന്നിട്ട് ഇവന്റെ കാലിന് ഇങ്ങനെ മാന്തി. അവന്റെ കാലിന് വന്നിട്ട് ഒന്നിങ്ങനെ പുന്നാരിച്ചതാ. അവൻ എന്ത് ചെയ്തു? ദേഷ്യത്തിന്റെ പുറത്ത് ആ പൂച്ചേനെ ഒരൊറ്റ ചവിട്ട്. പൂച്ച പോയിട്ട് ചുമരിലിടിച്ച് വീണ് പെടഞ്ഞ് അവരുടെ കൺമുന്നിൽ വെച്ച് പെടഞ്ഞ് ചാവുകയാണ്. ഈ പൂച്ച ചാവുന്ന കാഴ്ച കാണാൻ എല്ലാവരും ഓടി വന്ന്. കരച്ചിൽ, ഇവന് ഭയങ്കര ബഹളം വെച്ച് കരഞ്ഞ് അമ്മയും അച്ഛനും ഇത്താത്ത എല്ലാവരും ഓടി വന്ന് പൂച്ച അവരുടെ മുന്നിൽ വെച്ച് ഇങ്ങനെ പെടഞ്ഞ് ചാവുക. പൂച്ച ചത്ത കഴിഞ്ഞപ്പോൾ തന്നെ എല്ലാവരുടെയും എന്ത് പോയി? എന്താണ് പോയത്? ദേഷ്യം. നേരത്തെ പറഞ്ഞ ദേഷ്യല്ലേ, അതെല്ലാവരുടെയും പോയി. പക്ഷേ റിസൾട്ട് എന്തായിരുന്നു? ഒരു ജീവനാണ് അല്ലേ? റിസൾട്ട് എന്തായിരുന്നു? ഒരു ജീവനാണ്. ഇതുപോലെയാണ് നമ്മുടെ ജീവിതവും. നമ്മൾ റിയാക്ട് ചെയ്യുമ്പോൾ, നമ്മൾ പ്രതികരിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ കാരണം ഉണ്ടാവാം. പക്ഷെ നമ്മൾ ആലോചിക്കണം, ആ കാരണം ഞാൻ ഈ റിയാക്ഷനിലൂടെ അവരിലേക്ക് കൊടുത്താൽ എനിക്ക് എന്ത് ബെനിഫിറ്റ് ഉണ്ട്, അല്ലെങ്കിൽ എൻ്റെ കുടുംബത്തിന് എന്ത് ബെനിഫിറ്റ് ഉണ്ട്? അത് ഗുണം ചെയ്യണതാണെങ്കിൽ മാത്രം പ്രവർത്തിച്ചാൽ മതി. അല്ലെങ്കിൽ ഒതുക്കണം. എന്തെല്ലാം മാർഗങ്ങളുണ്ടെന്നറിയോ? അത് ഒതുക്കാൻ പറ്റാത്തവരാണ് എക്സ്പേർട്സിനെ പോയി കാണാൻ പറയണത്. ഒരുവിധം മനുഷ്യന്മാർക്കൊക്കെ അതിനെ ഒതുക്കാൻ പറ്റും. അത് ഒതുക്കാൻ കഴിയാത്തവര് മാനസികാരോഗ്യ മേഖലയിലുള്ള എക്സ്പേർട്സ് ഉണ്ടാവും. അത് പഠിച്ച ആളുകൾ, അവരെ പോയിട്ട് കാണുക. അപ്പൊ അവര് നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഇതൊക്കെ എങ്ങനെ നിയന്ത്രിക്കാൻ പറ്റും? നമ്മളെ ചിന്ത എന്താ? കൗൺസിലിങ്ങിന് പോവാന്ന് പറഞ്ഞാല് ഞാൻ ഭ്രാന്തനാവോന്ന്. ഭ്രാന്തനാവോ? എന്താ കൗൺസിലിംഗ് എന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ടവരെ? നമ്മളൊരാളിങ്ങനെ കേൾക്കുക അല്ലേ? ലിസണിങ് ക്ലിനിക്കുകൾ ഉണ്ട് അമേരിക്കയിലൊക്കെ. ഏറ്റവും കൂടുതൽ അമേരിക്കയിൽ ലിസണിങ് ക്ലിനിക്കുകളാണ്. അതെന്താ ലിസണിങ് ക്ലിനിക്ക് എന്നറിയോ? ഒരാൾ ചിരിച്ചിങ്ങനെ നിൽക്കും. ഒരാൾ ചിരിച്ച് ഇരിക്കാട്ടെ, ഇരുന്നാലും കുഴപ്പമൊന്നുമില്ല. അയാൾ ചിരിച്ചിങ്ങനെ ഇരിക്കുകകാരൻ കസേരയിൽ നമ്മൾ കയറി ചെല്ലും. അയാൾ അങ്ങനെ കേൾക്കണോടത്തോളം നമ്മൾ അയാളോട് നമ്മളുടെ കാര്യങ്ങളൊക്കെ പറയും. അക്ഷരം തിരിച്ചു മിണ്ടൂല. ഒരക്ഷരം തിരിച്ചു മിണ്ടൂല. നമുക്ക് പറയാനുള്ളതൊക്കെ അയാളോട് പറയാം. മണിക്കൂറിന് ചാർജ് വാങ്ങിയിട്ട് ലിസണിങ് ക്ലിനിക്കുകൾ. കാരണം എന്താ? ലിസൺ ചെയ്യാൻ ആരുമില്ലേ? കേൾക്കാൻ ആരുമില്ല. കേൾക്കാൻ ആർക്കും സമയമില്ല. അങ്ങനെയുള്ളവർക്കൊക്കെ എങ്ങോട്ട് വരാം? എക്സ്പേർട്സിനെ കണ്ട് ആ എക്സ്പേർട്സിൻ്റെ അടുത്ത് സംസാരിക്കാം. എന്തുകൊണ്ടാണ് അങ്ങനത്തെ സാഹചര്യങ്ങൾ വരുന്നേ? കേൾക്കേണ്ട ആളുകൾ മറ്റു പല കാര്യങ്ങളിലും തിരക്കിലാണ്. അതുകൊണ്ട് കേൾക്കുക പ്രിയപ്പെട്ടവരെ. നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരാ, അവരെ കേൾക്കുക. അപ്പൊ ദേഷ്യം പ്രകടിപ്പിക്കണ മനസ്സിലായില്ല? ആരാ പോയി ചോദിച്ചിന്? കിട്ടിയോ നിങ്ങൾക്ക്?